ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബിയുടെ ടോപ്പ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വയസ്സ് വന്നിട്ട് ഒരു 1 to 2 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സുകൾ അന്വേഷിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. യൂസ്ഫുൾ ആവുന്നവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസും. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒഴിവ് സമയത്തൊന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കുക. ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടോപ്പ് കട്ടിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്കേർട്ടിൻ്റെ കട്ടിങ്ങും കാണിക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ഞാൻ ഒപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ടാണ് സ്റ്റിച്ചിങ് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്നും വീഡിയോസ് ഇടുന്നതുകൊണ്ട് അധികം ലാഗ് ആവില്ല. ഇത് അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ബ്രൊക്കേഡാണ് കേട്ടോ. അത് ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൊക്കേഡാണ്. നമ്മൾ ഷോപ്പിൽ മേടിക്കാൻ പോകുമ്പോൾ അറിയാം, രണ്ട് ടൈപ്പിൽ ബ്രൊക്കേഡ് ഉണ്ടായിരിക്കും. കോട്ടൺ ത്രെഡ് വെച്ചിട്ടുള്ള ബ്രൊക്കേഡും അതുപോലെ തന്നെ ഗോൾഡൻ്റെ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ബ്രൊക്കേഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നും ഇല്ലാത്ത ടൈപ്പുള്ള ഒരു ബ്രൊക്കേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രൊക്കേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1 to 2 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് 1 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പല വീഡിയോസിനും മെറ്റീരിയൽ എത്ര എടുക്കണമെന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല. ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്കേർട്ടിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്കേർട്ടിലും ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇത്രയും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് താഴെ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ കറക്റ്റ് ആയിരിക്കും. ചെറിയ ബോർഡറൊക്കെ വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിനകത്ത് കുറേ ക്ലോത്ത് പോകുന്ന ഒരു മോഡലല്ല ഈ ഒരു ടോപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് 4ആക്കി മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ലൈനിങ്ങിനല്ല കാണിക്കുന്നത്, കാരണം ലൈനിങ് എൻ്റെ കട്ട് പീസുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ജോയിൻ്റ് ഇട്ടിട്ട് വേണം ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യണം കേട്ടോ. ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈനിങ് കുറവാണ്. അപ്പോൾ ഇത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിൽ കാണിക്കാനായിട്ടുള്ള ആ ഒരു ക്ലോത്ത് എൻ്റെ കയ്യിൽ വിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ക്ലോത്തിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മെയിൻ ക്ലോത്ത് 4ആക്കി മടക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത ഫോൾഡ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ ഇതിനകത്ത് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാറില്ല, കാരണം സ്റ്റിച്ചിങ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്കേർട്ടിൻ്റെ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ 4ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നോർമലായിട്ട് ലെങ്ത്ത് വേണ്ടത് സ്റ്റിച്ചിങ്ങിന് ശേഷം ഒരു നോർമൽ ടോപ്പിന് 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാനിത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് സെയിം അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വരച്ചു കൊടുക്കുന്നതൊന്നുമല്ല കട്ട് ചെയ്യേണ്ട കറക്റ്റ് അളവ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 12 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത് വൈസ് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് വയസ്സാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം വേണ്ട അളവിൽ മാർക്ക് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോപ്പ് ടോപ്പ് പോലെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ വന്നിട്ട് ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും സെയിം തന്നെ 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു 4 ഇഞ്ചിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ചാണല്ലോ വരിക. ആ ഒരു സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം, വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് വന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ വണ്ണം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ നോർമൽ സൈസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ആം ഹോളൊന്നും അതിനിടയ്ക്ക് കർവ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഞാൻ 5.5 എടുക്കുന്നത്. അപ്പോൾ ഒരു 1 to 2 ഇയേഴ്സ് ബേബി എന്ന് പറയുമ്പോൾ ഒരു 5.5 എടുത്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് കസ്റ്റമർ തന്ന മെഷർമെൻ്റ് ആണ് കേട്ടോ. പിന്നെ വേസ്റ്റ് വന്നിട്ട് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഞാൻ 2 സൈഡിലും 1.5 ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ലൈനുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ ഈ ഒരു കറക്റ്റ് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മേൽവശത്ത് നിന്ന്, അതായത് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ കർവിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനകത്ത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം അതൊന്ന് സ്ക്വയറാക്കി വരച്ചിട്ട് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് അളവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ലെങ്ത് വൈസ്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ച് കാണിച്ചത്. ഞാൻ ആദ്യമേ ഈ ലെങ്ത് വൈസ് ഇതുപോലെ എടുത്തിട്ട് അളവൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇതിപ്പോൾ നമ്മൾ വേണ്ട ലെങ്ത് ചെയ്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അടുത്തതായിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ഷോൾഡറിൻ്റെ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിൻ്റാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതേ ആം ഹോളും അതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു അളവിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ മെഷർമെൻറ്റുകളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഈ അളവുകളൊക്കെ എങ്ങനെയാണ് വരണേന്നുള്ളതാണ് കേട്ടോ കാണിച്ചത്. പിന്നെ നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ എടുക്കുക. നമ്മുടെ നെക്ക് എത്ര ഇറങ്ങി നിൽക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഈ 2 ഇഞ്ചിൽ കുറവും കൂടുതലൊക്കെ വരാം കേട്ടോ. അതിപ്പോൾ 2 ഇഞ്ച് എടുത്താലും കുട്ടികൾക്ക് കറക്റ്റായിട്ട് വരും. ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ചെറിയൊരു 2 പീസും കൂടെ ആവശ്യമുണ്ട് സ്ലീവിനായിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ചിങ്ങിൽ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നെക്കും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ്. സ്കേർട്ടും ടോപ്പും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ വിഷുവിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്കും ഓർഡേഴ്സ് നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. പിന്നെ വീഡിയോസ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഇതിനകത്തുനിന്ന് സ്ലീവിനായിട്ടുള്ള 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിലെ ഹുക്കൊക്കെ മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എല്ലാം നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണമെന്നില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സ്കേർട്ടിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കേർട്ടിൽ എങ്ങനെയാണ് വരണേന്നുള്ളതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് വേണ്ട അളവിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കറക്റ്റ് എത്ര അളവിൽ കട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു 2 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് സൈസിൽ കുറവും കൂടുതലൊക്കെ ഉണ്ടായിരിക്കും. കറക്റ്റ് ഏജിനല്ലാതെ ചിലപ്പോൾ സൈസ് കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ പറയും ഇപ്പോൾ 3 വയസ്സാണെങ്കിലും ഒരു 1 to 2 ഇയേഴ്സ് ബേബിക്ക് ഉള്ള മെഷർമെൻറ്റിൽ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ അളവ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ സെയിം ആവുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ ചെയ്തെടുത്താൽ കറക്റ്റിനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറേ കുട്ടി പീസുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. കാരണം ബാക്കിൽ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്തായാലും 2 പീസ് വേണം. അത് ഒരെണ്ണം ലൈനിങ് നമുക്ക് എടുക്കാം, അതല്ലാതെ ഒരു മെയിൻ ക്ലോത്തും കൂടെ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ചെറിയ പീസുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇറക്കം വന്നിട്ട് ഞാൻ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ വീതി വന്നിട്ട് ഒരു 8 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് 2 പീസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ സ്ലീവിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് എങ്ങനെ വെക്കണമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. പിന്നെ വന്നിട്ട് നമ്മൾ ഇതിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. ലൈനിങ് നമ്മൾ ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിവർത്തി വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പാറ്റേൺ വരാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് സൗകര്യം പോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ കട്ടിങ്. ഇത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ടാണ്. അപ്പോൾ സ്കേർട്ടിന് നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫുൾ ടിഷ്യൂ വരുന്നില്ല, ആ ഒരു മെറ്റീരിയലാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്തിലേക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്തായാലും കയ്യിൽ കട്ടിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ലെങ്ത് വൈസ് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വൈസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 2 ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ട് വേണം ലെങ്ത് വൈസ് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ബോർഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. ബോർഡർ അല്ലെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 15 ഇഞ്ചിലാണ് ലെങ്ത് വൈസ് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് പുറത്തേക്ക് ടേപ്പ് വെച്ചിട്ടാണ് ലെങ്ത് വൈസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഇതിനകത്തേക്ക് ഈ ഒരു 2 മെറ്റീരിയലിനുള്ള ലൈനിങ് വേണം. അപ്പോൾ ഇത് വേസ്റ്റ് ബാൻഡാണ് കേട്ടോ. വേസ്റ്റ് ബാൻഡ് നമ്മൾ ഒരു 20 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം, സ്കേർട്ടിൻ്റെ ഉള്ളതും അതുപോലെ ടോപ്പിനുള്ള ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന കട്ടിങ്. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. പിന്നെ വന്നിട്ട് ഇതൊരു പുതിയ മോഡലും കൂടെയാണ് കേട്ടോ. പുതിയ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ ആയി നിൽക്കുന്ന സ്ലീവാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു മോഡലൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്ന മെറ്റീരിയൽ അത് ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എത്ര മെറ്റീരിയൽ വേണമെന്നുള്ളതൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഇത്ര തുണിയേ വേണ്ടൂ എന്നുള്ളത്. അപ്പോൾ അധികം റേറ്റുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. റിവ്യൂസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറേ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട് ഓരോ മോഡലൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട്. വിഷുവിനായിട്ടാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ മോഡലായിട്ട് ചെയ്യുന്നുണ്ട്. വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. തിരക്ക് വന്നാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.